ശ്രീരാജ്, ആക്ഷൻ പ്ലാൻ അനുസരിച്ച് ഇപ്പോൾ ഇറങ്ങിയ ദൗത്യം അത് ഫലം കണ്ടില്ല. ഇറങ്ങിയ സംഘം തിരികെ കയറിയിട്ടുണ്ട്. ഇനി ഇതിനൊരു ആക്ഷൻ ബി ഉണ്ടോ, ഒരു പ്ലാൻ ബി ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ എങ്ങനെയായിരിക്കും? ദൗത്യ സംഘം പറയുന്നത് എന്താണ്? കാണാം, പാറ വീണ്ടും ഇടിയാൻ തുടങ്ങിയിട്ടുണ്ട്. ആ ഭാഗങ്ങളിൽ നിന്നും പാറ ഇടിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യമുണ്ട്. താഴേക്ക് വീണ്ടും പാറ ഇടിഞ്ഞു വീഴുകയാണ്. അതിന് തൊട്ടിപ്പുറത്തെ ഭാഗത്ത് തന്നെയായിരുന്നു ഇന്നലെയും പാറ ഇടിഞ്ഞത്. നമുക്ക് ആ മണ്ണ് ഇളകി നിൽക്കുന്ന ഭാഗത്ത് നിന്നും വീണ്ടും പാറ ഇടിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. ഇതാണ് നമ്മൾ നേരത്തെ മുതൽ പറയുന്നത്. വളരെ അപകടകരമായ ഒരു സാഹചര്യമാണ് ഉള്ളത്. എന്തായാലും ഇപ്പോൾ NDRF സംഘത്തിന്റെ നീക്കം കുറെ കൂടി വ്യക്തമായിട്ടുണ്ട്. അവർ നിലവിൽ കരുനാഗപ്പള്ളിയിൽ നിന്നോ ആലപ്പുഴയിൽ നിന്നോ കുറെ കൂടി വലിയ ക്രെയിൻ എത്തിച്ചുകൊണ്ട് മുകളിലേക്ക് എത്താതെ, അല്ലെങ്കിൽ ഈ അപകടം നടന്ന ഭാഗത്തേക്ക് എത്താതെ ഏറെ താഴെ നിന്നുകൊണ്ട് ഈ അയൺ റോപ്പ് ഈ ക്രെയിനിൽ കെട്ടുകയും ഹിറ്റാച്ചിയിൽ കെട്ടുകയും അപകടം സംഭവിച്ച ഹിറ്റാച്ചിയിൽ കെട്ടുകയും തുടർന്ന് താഴെ നിന്നും വലിച്ചു നീക്കി താഴേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. കാരണം ഹിറ്റാച്ചി പൊക്കുക എന്നത് സാധ്യമല്ല എന്നാണ് ഈ ദൗത്യ സംഘം പറയുന്നത്. കാരണം ഈ പാറ മുഴുവനായും ഈ ഹിറ്റാച്ചിക്ക് മുകളിൽ കിടക്കുകയാണ്. ഏകദേശം 50 ടണ്ണിന് മുകളിൽ ഭാരമാണ് ആ ഉള്ളത് എന്നാണ് ദൗത്യ സംഘം പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ മുകളിലേക്ക് പൊക്കിയെടുക്കുക എന്നത് ശ്രമകരമാണ്. അത് കഴിയുന്നത്ര എളുപ്പമാകില്ല എന്ന വിലയിരുത്തലാണ് നിലവിലുള്ളത്. അതുപോലെ തന്നെ ഇപ്പോൾ ട്രെയിൻ ഈ മുകളിലത്തെ ഭാഗത്തു നിന്നാണ്, അവിടെ നിന്നും താഴേക്കാണ് ദൗത്യ സംഘാംഗങ്ങൾ ഇറങ്ങുന്നത്. അത് കൂടുതൽ അപകടകരമാണ് എന്ന വിലയിരുത്തലിലേക്ക് നിലവിൽ വെച്ചിട്ടുണ്ട്. കാരണം മുകളിൽ കിടക്കുന്ന ക്രെയിൻ ചെറുതായിട്ടെങ്കിലും ഒന്ന് സ്ലിപ്പായാൽ പോലും, വഴുതിയാൽ പോലും അത് കൂടുതൽ അപകടങ്ങളിലേക്ക് എത്തിച്ചേരുമെന്ന വിലയിരുത്തലാണ് നിലവിൽ ഈ ആളുകൾക്കുള്ളത്, ദൗത്യ സംഘാംഗങ്ങൾക്കുള്ളത്. അതുകൊണ്ട് തന്നെ കൂടി വലിയ ക്രെയിൻ സ്ഥലത്തെത്തിച്ച് താഴെ നിന്നും അപകടം നടന്ന ഭാഗത്തേക്ക് പോകാതെ ഈ പാറമടയുടെ താഴെ നിന്നും ഈ ക്രെയിനിൽ വടം കെട്ടുകയും അയൺ റോപ്പ് കെട്ടുകയും അതിന്റെ മറുവശം അപകടം സംഭവിച്ച കെട്ടുകയും ചെയ്യും. തുടർന്ന് താഴേക്ക് വലിച്ചെടുക്കാനുള്ള ശ്രമമാണ്. അങ്ങനെയുള്ള ദൗത്യം നടത്താം, അല്ലെങ്കിൽ ആ രീതിയിൽ ശ്രമിച്ചു നോക്കാമെന്നാണ് നിലവിൽ NDRF സംഘം പറയുന്നത്. അതിനായി കൊല്ലത്ത് നിന്നോ അല്ലെങ്കിൽ ആലപ്പുഴയിൽ നിന്നോ കുറെ കൂടി വലിയ ക്രെയിൻ ഇവിടെ കൊണ്ടുവരികയും അത്തരത്തിലുള്ള നീക്കങ്ങളിലേക്ക് കടക്കുകയും ചെയ്യും. അതാവുമ്പോൾ മറ്റൊരു തരത്തിലും അത് സുരക്ഷിതമാണ്. കാരണം ഈ ഈ ക്രെയിൻ കൊണ്ടുവരുന്ന വലിയ ക്രെയിൻ ഏതെങ്കിലും തരത്തിൽ വഴുതുകയോ തെന്നുകയോ ചെയ്താൽ പോലും ഈ ദൗത്യ സംഘങ്ങൾക്ക് കാര്യമായ അപകടം സംഭവിക്കുകയില്ല. അവർ ആ ഭാഗത്ത് തന്നെ സുരക്ഷിതമായി നിൽക്കും. പക്ഷെ ഇപ്പോൾ നടത്തിയ ദൗത്യം അനുസരിച്ച് ക്രെയിൻ ഏറ്റവും മുകളിലാണ്, പാറമടയുടെ മുകളിലും ഈ ദൗത്യ സംഘങ്ങൾ താഴേക്ക് റോപ്പ് കെട്ടി ഇറങ്ങുകയുമാണ്. അപ്പോൾ ആ ക്രെയിൻ കിടക്കുന്ന ഭാഗത്ത് നിന്നും ക്രെയിൻ വഴുതുകയോ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ, ഏതെങ്കിലും തരത്തിലുള്ള അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ അത് താഴേക്ക് ഇറങ്ങുന്ന ദൗത്യ സംഘങ്ങളുടെ ജീവന് വരെ ഭീഷണിയാകുന്ന തരത്തിലാണ് ഉള്ളത്. എങ്കിലും ആദ്യം തന്നെ അത്തരത്തിൽ പാറകൾ നീക്കം ചെയ്യാൻ കഴിയുമെങ്കിൽ ആ രീതിയിൽ നോക്കാമെന്ന തരത്തിലായിരുന്നു ദൗത്യ സംഘങ്ങൾ ഉള്ളത്. പക്ഷേ അത് സാധ്യമല്ല, അത് പൂർണ്ണമായും വിജയിക്കില്ല എന്ന് കണ്ടതോടെയാണ് തിരിച്ചു കയറാൻ തീരുമാനിക്കുകയും കുറെ കൂടെ താഴെ നിന്നും വലിയ ക്രെയിനിൽ ഈ കയറ് കെട്ടി വടം കെട്ടി ഈ ഹിറ്റാച്ചി, അപകടം സംഭവിച്ച ഹിറ്റാച്ചി അവിടെ നിന്നും വലിച്ചു താഴേക്ക് ഇടാമെന്നും ഉള്ള വിലയിരുത്തലിലേക്ക് എത്തിയത്. എന്തായാലും നിലവിൽ അത്തരത്തിലുള്ള ഒരു നീക്കത്തിലേക്കാണ്. നേരത്തെ നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ട 4 ഉദ്യോഗസ്ഥരും 4 ദൗത്യ സംഘാംഗങ്ങളും അവിടെ നിന്നും തിരികെ കയറിയിട്ടുണ്ട്. അവർ ഇനി ചെയ്യുക കുറെ കൂടി വലിയ ക്രെയിൻ ഇവിടെ എത്തിച്ച് താഴെ നിന്നും, ഞാൻ സൂചിപ്പിച്ചതുപോലെ താഴെ നിന്നും വടം കെട്ടി ഹിറ്റാച്ചി വലിച്ച് താഴേക്ക് ഇടുക എന്നതാണ്. ഹിറ്റാച്ചി ഈ ക്രെയിൻ സാധാരണ വാഹനങ്ങൾ എടുക്കാറുണ്ടെങ്കിൽ പോലും ഈ സാഹചര്യത്തിൽ അത് കഴിയില്ല. കാരണം ഈ പാറയടക്കമുള്ള പാറച്ചിലുകളും വലിയ പാറക്കഷ്ണങ്ങളും ഈ ഹിറ്റാച്ചിക്ക് മുകളിൽ വീണ അവസ്ഥയിലാണ്. ഈ ദൗത്യ സംഘങ്ങൾ പറയുന്നത് ഏകദേശം 50 ടണ്ണിന് മുകളിൽ ഭാരം ഈ വാഹനത്തിന് മുകളിലുണ്ട് എന്നാണ്. അതുകൊണ്ട് തന്നെ ഈ വാഹനം പൊക്കിയെടുക്കുക എന്നത് പ്രായോഗികമല്ല. അതുകൊണ്ടാണ് വലിച്ചു നീക്കി താഴെ ഇറക്കാം, വടം കെട്ടി വലിച്ചു താഴെ ഇറക്കാം എന്ന തീരുമാനത്തിലേക്ക് NDRF സംഘം എത്തിയത്. അതുകൊണ്ട് തന്നെ കുറെ കൂടി വലിയ ക്രെയിൻ ആലപ്പുഴയിൽ നിന്നോ കരുനാഗപ്പള്ളിയിൽ നിന്നോ വലിയ ക്രെയിൻ ഇവിടെ അതിനുള്ള തീരുമാനം ജില്ലാ ഭരണകൂടം അടക്കം എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എത്രയും വേഗം ആ ക്രെയിൻ ഇവിടെ എത്തിക്കുകയും കൂടുതൽ ദൗത്യത്തിലേക്ക് കടക്കുകയും ചെയ്യാനാണ് നിലവിൽ ഈ ദൗത്യ സംഘം തീരുമാനിച്ചിട്ടുള്ളത്. സേതു.
ശരി, പത്തനംതിട്ടയിലെ ദൗത്യം ഇപ്പോഴും തുടരുകയാണ്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ നമ്മുടെ ഈ ന്യൂസ് മലയാളം ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്ന ആ ദൃശ്യങ്ങൾ വളരെ വ്യക്തമാണ്. നമുക്ക് അത്രയും ആ പാറക്കെട്ടുകൾ കാണുമ്പോൾ തന്നെ നമുക്കറിയാം എന്തോരം വലിയൊരു പാറക്കഷ്ണങ്ങളാണ് അവിടെ ഇളകി വീണുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. ദൗത്യം ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ കഴിയാത്തൊരു സാഹചര്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഇറങ്ങിയ ദൗത്യസംഘം ഹിറ്റാച്ചിക്ക് സമീപം വരെ തൊട്ടടുത്ത് വരെ എത്തിയ ദൗത്യസംഘമാണ്. ആ ഹിറ്റാച്ചിക്ക് മുകളിലൊക്കെ ദൗത്യസംഘം കയറി നിൽക്കുന്ന ആ പ്രവർത്തകർ ഉദ്യോഗസ്ഥർ കയറി നിൽക്കുന്നതൊക്കെ നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടതുമാണ്. അവർ തിരികെ കയറണമെങ്കിൽ അത്രമേൽ ആ ദൗത്യം ദുഷ്കരമായി നിൽക്കുന്നൊരു സാഹചര്യത്തിൽ കൂടിയാണ്. ശ്രീരാജ്, ഇനിയിപ്പോൾ ഈ മറ്റ് ജില്ലകളിൽ നിന്നുള്ള യന്ത്രങ്ങൾ കൂടി ഈ ഹിറ്റാച്ചി അടക്കം ക്രെയിൻ അടക്കമൊക്കെ എത്തിച്ചാലും ഈ പാറക്കഷ്ണങ്ങൾ വീണ്ടും വീണ്ടും വീണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു വലിയ പ്രതിസന്ധി തന്നെയല്ലേ ഈ ദൗത്യത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ? പാറക്കഷ്ണങ്ങൾ പൊട്ടി വീഴുന്നത്, പാറ പൊട്ടുന്നത് ഏറ്റവും വലിയ പ്രതിസന്ധിയാണ്, ഏറ്റവും അപകടകരമാണ്. പക്ഷേ എന്നാൽ പോലും ആ ദൗത്യ സംഘാംഗങ്ങൾ ആ ദൗത്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർ ആ ഹിറ്റാച്ചിക്ക് മുകളിലുള്ള പാറ പൂർണ്ണമായും നീക്കം ചെയ്യാനുള്ള ശ്രമം ആദ്യഘട്ടം നടത്തി. പക്ഷേ അത് പൂർണ്ണമായും അത് വിജയിക്കില്ല എന്ന് കണ്ടതോടുകൂടി അവർ തിരിച്ച് ശ്രമത്തിലുമാണ്. അപ്പോഴും സമയമുണ്ട്. ശ്രീരാജിലേക്ക് മടങ്ങിയെത്താൻ. ശ്രീരാജ്, ഇപ്പോൾ ഈ അവിടെ ഈ ദൗത്യസംഘം തിരികെ വീണ്ടും ആ ഭാഗത്തേക്ക്, അതായത് ആ രക്ഷാപ്രവർത്തനം നടത്താൻ വേണ്ടി ഇറങ്ങിയ നമ്മൾ നേരത്തെ ദൃശ്യങ്ങളിൽ കണ്ട ഹിറ്റാച്ച് കിടക്കുന്ന ആ ഭാഗത്തേക്ക് വീണ്ടും ഇറങ്ങാൻ ദൗത്യസംഘം ഒരു നീക്കമൊക്കെ നടത്തുന്നുണ്ട്. അവിടെ നമുക്ക് കാണാം, വിഷ്വൽസ് കാണാം അതിൻ്റെ. പക്ഷെ അപ്പോഴും ആ ഒരു ഈ അപകട സാധ്യതയാണ്. നമ്മൾ അവിടുത്തെ നിലവിലെ സാഹചര്യം, വലിയ പാറക്കഷ്ണങ്ങൾ അത് തുടരെ ഇളകി വീഴുന്നു. അതിനെ അവഗണിച്ചുകൊണ്ട് ഉള്ള, അല്ലെങ്കിൽ അത് ഇനി ഉണ്ടാകില്ല, അല്ലെങ്കിൽ ആ ഒരു യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് അവർ ഈ പ്രദേശത്തേക്ക് വീണ്ടും ഇറങ്ങാൻ, ആ ഒരു അപകട സ്ഥലത്തേക്ക് ഇറങ്ങാനുള്ള അവരുടെ ശ്രമം അത് എത്ര കണ്ട് സുരക്ഷിതമാണ് എന്നുള്ളൊരു ചോദ്യം നിലനിൽക്കുന്നുണ്ട്. കൂടുതൽ യന്ത്രങ്ങൾ, ഈ ഹിറ്റാച്ചി അടക്കം അതുപോലെ തന്നെ ക്രെയിനുമൊക്കെ മറ്റ് ജില്ലകളിൽ നിന്ന്, തൊട്ടടുത്തുള്ള കൊല്ലത്ത് നിന്നും ആലപ്പുഴയിൽ നിന്നുമൊക്കെ അവിടേക്ക് എത്തിക്കാനുള്ള നീക്കങ്ങളുമൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെയുള്ള ഉപകരണങ്ങളൊക്കെ എത്തിച്ചാൽ പോലും ഈ പാറക്കഷ്ണങ്ങൾ ഇടിഞ്ഞു വീഴുന്നതും മണ്ണിടിഞ്ഞ് വീഴുന്നതും ഒക്കെ പ്രതിസന്ധിയായി തന്നെ നിലനിൽക്കുന്നുമുണ്ട്. ശ്രീരാജ്, കേൾക്കാമെങ്കിൽ ഇനിയിപ്പോൾ ഈ സംഘം ഈ ഏറെക്കുറെയൊക്കെ പൂർണ്ണമായും ഇല്ലെങ്കിൽ പോലും കുറച്ചെങ്കിലും ഇനിയിപ്പോൾ ഒരു അപകടം പെട്ടെന്നൊന്നും പ്രതീക്ഷിക്കേണ്ട, അങ്ങനെ പറഞ്ഞിറങ്ങാൻ പോലും കഴിയുന്ന ഒരു സ്ഥലമല്ല ആ അപകടമുണ്ടായ സ്ഥലം. കാരണം ഇന്നലെ ഈ അപകടം ഉണ്ടായപ്പോൾ ഞാനും ശ്രീരാജൊക്കെ വൈകുന്നേരം സംസാരിക്കുന്ന സമയത്ത് പോലും ഈ പാറക്കഷ്ണങ്ങൾ അവിടെ ഇളകി വീഴുന്നുണ്ട്. ഇപ്പോഴും ആ ഇളകി വീഴുന്നത് തുടരുകയുമാണ്. തീർച്ചയായും സേതു, അങ്ങനെ തന്നെയാണ്. ഈ പാറക്കഷ്ണങ്ങൾ വീണ്ടും ഇളകിക്കൊണ്ടിരിക്കുകയാണ്. ആ ഭാഗത്ത് നിന്ന് നമുക്ക് നേരത്തെ ദൃശ്യങ്ങളിൽ സൂചിപ്പിച്ചതുപോലെ ആ ഭാഗത്ത് നിന്നും വീണ്ടും പാറ ഇടിഞ്ഞ് താഴേക്ക് വീഴുന്ന ഒരു സാഹചര്യമുണ്ട്. ആ ഭാഗത്തേക്കാണ്, ഈ പാറ വീഴുന്ന ഭാഗത്താണ് നേരത്തെ നമ്മൾ കണ്ട 4 ഉദ്യോഗസ്ഥരും നിന്നിരുന്നത്. അതുകൊണ്ട് തന്നെ അത് കൂടുതൽ അപകടകരമാണ്. അവിടെ നിൽക്കുന്നത് തന്നെ കൂടുതൽ അപകടം നിറഞ്ഞ സാഹചര്യമാണ്. എന്തായാലും അവർ ദൗത്യസംഘം നിലവിൽ ഉദ്ദേശിക്കുന്നത് ആലപ്പുഴയിൽ നിന്നോ കരുനാഗപ്പള്ളിയിൽ നിന്നോ കുറെ കൂടി വലിയ ക്രെയിൻ എത്തിക്കുകയും ആ ക്രെയിൻ മുകളിലേക്ക് കൊണ്ടുപോകാതെ തീരെ താഴെ, പാറമടയുടെ ഏറ്റവും താഴെ നിന്നുകൊണ്ട് ഈ ഹിറ്റാച്ചി, അപകടം സംഭവിച്ച ഹിറ്റാച്ചിയിലും അതുപോലെ തന്നെ ഈ വലിയ ക്രെയിനിലും ഒരു കാര്യം ശ്രീരാജ്, ഇതിപ്പം ഈ ക്വാറി ഇവിടെ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങൾ കുറെ ആയെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ അന്ന് മുതൽ തന്നെ ഈ ക്വാറി പ്രവർത്തനം ആരംഭിച്ച കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ മുതൽ തന്നെ ഇങ്ങനെ ഈ പാറ ഇടിച്ചിൽ അത് ശ്രദ്ധയിൽപ്പെട്ടിരുന്ന കാര്യമാണോ? സേതു, ഈ ഒരു പാറമടയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തെന്നാൽ അവിടെ ഉള്ളിൽ നടക്കുന്നത് പുറത്തേക്കയില്ല എന്നുള്ളതാണ്. അവിടെ പാറ ഇടിക്കുന്ന മറ്റ് കാര്യങ്ങളും ഈ മടയെ സംബന്ധിച്ച്, അവിടുത്തെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് നടക്കുന്ന മറ്റ് കാര്യങ്ങളോ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊന്നും തന്നെ പുറത്തേക്ക് അറിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ നേരത്തെയും സമാനമായ രീതിയിൽ ഇവിടെ പല ഭാഗത്തും പാറ ഇടിയാനുള്ള എല്ലാ സാധ്യതയും ഉണ്ടായിരുന്നു. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. ഈ പാറമടയിലൂടെയുള്ള വഴി, വാഹനങ്ങൾ ഇപ്പോൾ നിൽക്കുന്ന ആ വഴിയും അതിന് തൊട്ടു മുകളിലുള്ള വഴിയും ഈ പാറ പൊട്ടിക്കുന്നത് ഘട്ടം ഘട്ടമായിട്ടാണ്, അല്ലെങ്കിൽ പല മടക്കുകളായിട്ടാണ് പാറ പൊട്ടിക്കുന്നത്.
ഈ പാറ ഒരു മടക്കിൽ നിന്നും മറ്റൊരു മടക്കിലേക്ക് എത്തുമ്പോൾ കൃത്യമായ അകലം പാലിക്കണം, അല്ലെങ്കിൽ കൃത്യമായ അകലം പാലിച്ചുകൊണ്ട് മാത്രമേ ഈ പാറ പൊട്ടിക്കാവുള്ളൂ എന്ന നിർദ്ദേശമുണ്ട്. നമുക്ക് ഈ പാറമടയിൽ നിൽക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത്തരത്തിലുള്ള മാർഗനിർദ്ദേശങ്ങളൊന്നും പാലിക്കാതെയാണ് ഈ പാറമട പ്രവർത്തിച്ചിട്ടുള്ളത്. കാരണം ഒരു മടക്കിൽ നിന്നും മറ്റൊരു മടക്കിലേക്ക് വളരെ ദൂരമുണ്ട്, വലിയ പൊക്കമാണ് ഈ ഒരു മടക്കിൽ നിന്നും മറ്റൊരു മടക്കിലേക്കുള്ളത്. ശ്രീരാജ് പറയുന്ന പോലെ അത് ഈ സത്യമാണ്, അത് ഭയങ്കര കറക്റ്റാണ് ശ്രീരാജ്. കാരണം ഈ ക്വാറി അതൊരു വലിയൊരു ലോബി കൂടിയാണ്. അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ പുറം ലോകം അറിയാൻ വളരെ ബുദ്ധിമുട്ടും ഒക്കെ ആയിരിക്കും.